റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് വേണ്ടി വുളു എടുക്കാൻ വെള്ളം എടുത്തു കൊടുത്ത റബീഅ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചുപകാരം ചെയ്യാൻ പോവുകയാണ്. അത് വല്ലാത്തൊരു ഉപകാരം. യാ റബീഅ സൽ, റബീഅ എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചോളൂ റബീഅ. അന്ന് ജനങ്ങൾ നബി തങ്ങളോട്, നബി എനിക്ക് വസ്ത്രമില്ല, വസ്ത്രം വേണം, ഭക്ഷണമില്ല, ഈത്തപ്പഴം വേണം, വാഹനമില്ല, ഒരു ഒട്ടകം സംഘടിപ്പിച്ചു തരാമോ? തങ്ങളോട് വാഹനം, വസ്ത്രം, വെള്ളം, തുണിക്കഷ്ണങ്ങൾ, എന്തെങ്കിലും സാധനങ്ങൾ നബി തങ്ങളോട് ടാൻജിബിളായ സാധനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന കാലം റബീഅ റളിയല്ലാഹു അൻഹു എന്ന ബുദ്ധിമാനായ ഹബീബിന്റെ സേവകനായ സ്വഹാബി വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു നബിയോട്. സൽ തുഅത, ചോദിച്ചോളൂ റബീഅ, നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാം, എന്താണ് വേണ്ടത്? ഭക്ഷണവും വെള്ളവും വസ്ത്രവും വേണമെന്ന് നബി തങ്ങളോട് ചോദിച്ചിരുന്ന കാലം റബീഅ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിക്കുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കാൻ എനിക്ക് അവസരം വേണം. അവ ഗൈറ ദാലിക്, വേറെ അതല്ലാതെ വേറെന്തെങ്കിലും വേണ്ട നബിയേ, അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അങ്ങയുടെ കൂടെ നിഴല് പോലെ ജീവിക്കുന്ന ഞാൻ നാളെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കണം, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ മുറാഫഖത്ത് വേണം നബിയേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ചു റബീഅ റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനത് വാങ്ങിച്ചു തരാം. ഒരു ചെറിയ ഉപകാരം എനിക്ക് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണേ റബീഅ, സുജൂദ് വർദ്ധിപ്പിക്കണമേ റബീഅ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഫഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിച്ചു തരാമെന്ന് ഹബീബായ നബി ഞങ്ങൾ തിരിച്ചുപകാരം പറയുമ്പോൾ സ്വഹാബിമാർ ആഗ്രഹിക്കുന്നത് ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനാണ്. സ്വർഗം വേണമെന്നല്ല അവർ ചോദിച്ചത്, മുറാഫഖതക ഫിൽ ജന്ന, അത് അങ്ങയുടെ കൂടെയാവണം.